ഹലോ ഡിയേഴ്സ്, ഫാസ്റ്റ് ട്രാക്ക് സീരീസ് തുടരുന്നു. എപ്പിസോഡ് 4 മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു PDF മാഗ്നറ്റിസം ആൻഡ് മാറ്ററുമായി ബന്ധപ്പെട്ട് മുമ്പ് പറഞ്ഞിരുന്നു വീഡിയോകളിൽ. അപ്പോൾ അത് ഒരുപാട് പേർക്ക് അതിനകത്ത് ചോദിച്ചതുകൊണ്ട് തന്നെ ഞാനത് വീഡിയോ ആക്കിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കൂ, നിങ്ങളുടെ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട് ഡൈപോൾ മൊമെൻറ്റ് എന്താണ്? നിങ്ങൾക്കറിയാം, അത് M എന്നുള്ള ലെറ്ററാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളത് P എന്നാണ് പറയാറ്. അപ്പോൾ ഇവിടെ M കണ്ടില്ലേ? അപ്പോൾ അത് M ആക്കിയിട്ട് മാറ്റണം. അതുപോലെ തന്നെ 1/4πε0 വരുന്ന കേസിൽ അവിടെ μ0/4π എന്നുള്ള കേസാണ് വരിക. മനസ്സിലായില്ലേ? അപ്പോൾ ടോർക്ക് ആണെങ്കിലോ ക്രോസ് ബി വരുന്ന സമയത്ത് ഇവിടെ എന്താണ്? പി ക്രോസ് ഇ ആണ് നമുക്ക് വരിക. അപ്പോൾ പി ക്രോസ് ഇ ആണ്. മറ്റേത് അതിനകത്ത് ഡയറക്ഷൻ കാണിക്കാനാണ് മൈനസ് പറഞ്ഞിരിക്കുന്നത്. -μ0/4π × m/r³ എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് എക്സ്റ്റേണൽ ഫീൽഡ് ഇവിടെ എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയുമായി ബന്ധപ്പെട്ടാണ്. അത് -P.E ആണെങ്കിൽ -m.B ആണ് മാഗ്നറ്റിസത്തിൻ്റെ കേസിൽ. അത് P ഉള്ളിടത്തൊക്കെ M ആകും, E ഉള്ളിടത്തൊക്കെ B ആകും. അത് വ്യത്യാസം. പിന്നെ നിങ്ങൾ ഡയാമാഗ്നറ്റിക് എന്താണ്, ഫെറോ മാഗ്നറ്റിക് എന്താണ്, പാരാമാഗ്നറ്റിക് എന്താണ്, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഫെറോ മാഗ്നറ്റിക്സം എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്താണ്? ഹൈ ആൻഡ് പോസിറ്റീവാണ്. പാരാമാഗ്നറ്റിക്സിൽ സ്മാൾ ആൻഡ് പോസിറ്റീവ് എന്നുള്ള കാര്യത്തിലാണ് വരിക. ഡയാമാഗ്നറ്റിക്കിൽ സ്മോൾ ആൻഡ് നെഗറ്റീവിലാണ് വരിക. പിന്നെ ഇവിടെ ഫെറോ നമുക്കറിയാം അയൺ ആൻഡ് കൊബാൾട്ട് ഒക്കെയാണ്. ഡയയിലോട്ട് വരുമ്പം അലൂമിനിയം കാൽഷ്യം ഒക്കെയാണ്. ഡയയിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ലെഡ്, ബിസ്മത്ത് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാച്ച് ചെയ്യുക. ഗോസസ് ലോ മാഗ്നറ്റിസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റൻ ആണ്, നിങ്ങൾ പഠിച്ചു പോകണം. പിന്നെ സസെപ്റ്റബിലിറ്റി, പെർമിയബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് റിലേഷൻ. അപ്പോൾ μr=1 + സസെപ്റ്റബിലിറ്റി പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സസെപ്റ്റബിലിറ്റി ഓഫ് ഡയാമാഗ്നറ്റിക് എന്താ ചോദിക്കാറുണ്ട്? നെഗറ്റീവ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ പൊട്ടൻഷ്യൽ എനർജി ചോദിക്കുന്ന പോലെ തന്നെ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിലെ പൊട്ടൻഷ്യൽ എനർജിയുമായി ബന്ധപ്പെട്ട് -MB cos θ -m.B അതിൻ്റെ സംഭവങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ θ 180 ആകുമ്പോഴാണ്. അതിൻ്റെ മാക്സിമം വാല്യൂ +MB ആണ്. അതൊക്കെ അറിഞ്ഞിരിക്കുക. മിനിമം ആവുന്നത് θ 0 ആകുമ്പോൾ അത് -MB ആണ്. പിന്നെ ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക് അതിൻ്റെ എക്സാമ്പിൾ ക്ലാസിഫിക്കേഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് മസ്റ്റായിട്ട് 5 സ്റ്റാർ കാറ്റഗറിയാണ്. പിന്നെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്താണ്, അതിൻ്റെ വാല്യൂ ഫെറോ മാഗ്നറ്റിക്കിന് എന്താണ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിൻ്റെ ആൻസറൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡയാമാഗ്നറ്റിക്കും പാരാമാഗ്നറ്റിക്കും തമ്മിൽ നിങ്ങൾ തിരിച്ചറിയാൻ അതിനകത്ത് പഠിക്കണം. അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ചോദിക്കാം. അതുപോലെ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതൊരു ബാർ മാഗ്നറ്റിൻ്റെ കേസാണ്. അപ്പോൾ ഇതൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ അവിടെ നോട്ട് നെറ്റ് ട്രാൻസ്ലേഷണൽ ഫോഴ്സ് ഉണ്ട്, ഇപ്പോഴാണ് ഓൺലി ടോർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ബാർ മാഗ്നറ്റിൻ്റെ കേസിൽ എന്താണ്? നോൺ യൂണിഫോം ആണ്. അതൊരു എന്താ പറയുക, കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റനാണ്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഒരു A+ ലെവലിലൊക്കെ വരുന്ന ക്വസ്റ്റനാണ്. ഇവിടെ ഇത് സിമ്പിളാണ്. ഇതൊരു ന്യൂമറിക്കലാണെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ, ബി ആക്സിയൽ വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ 1/4πε0 2p/r³ എന്ന് വരുന്ന കേസ് ഇവിടെ 2m/d³ എന്നാവും. അത്രയേ ഉള്ളൂ. μ0/4π ആവും. അപ്പോൾ ബി ആക്സിയൽ. അപ്പം അത് ഇക്വറ്റോറിയൽ ആണെങ്കിൽ അതിൻ്റെ ഹാഫ് എന്നുള്ള രീതിയിൽ വരും. മനസ്സിലായില്ലേ? അപ്പം അത് നമുക്കറിയാം. പിന്നെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ഇങ്ങനെ ചോദിക്കാറുണ്ട്, അത് പഠിച്ചു വെക്കുക. പിന്നെ പാരാമാഗ്നറ്റിക് ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ സസെപ്റ്റബിലിറ്റി ബേസ് ചെയ്താണ് ചോദ്യങ്ങൾ. പിന്നെ മാഗ്നറ്റൈസേഷൻ എന്താണ്, അതിൻ്റെ ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇതാണ് ഇതിനകത്ത് 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റൻ. എന്തായാലും ഇതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസും പെർമിയബിലിറ്റിയും സസെപ്റ്റബിലിറ്റിയും ഒക്കെ ചെയ്ത് പഠിക്കുക. പിന്നെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ഓൾറെഡി പറഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സ് വേണമെങ്കിൽ ചോദിക്കാട്ടോ. ഇലക്ട്രിക് ഫ്ലക്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ സംഭവങ്ങൾ, പിന്നെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ഇതെല്ലാം റിപ്പീറ്റഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. പിന്നെ ടോർക്കുമായി ബന്ധപ്പെട്ട് MB sin θ, അവിടെ PE sin θ ആണ് ഇലക്ട്രിക് ഫീൽഡിൽ. ഇവിടെ അത് കാണാനുള്ള ഒരു ക്വസ്റ്റൻ അതിനകത്ത് റീസെൻറ്റ് വന്നതാട്ടോ പ്രോബ്ലം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അതിനകത്ത് എളുപ്പമുള്ളതാണ് ആ ഒരു പ്രോബ്ലം. ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. പിന്നെ അതിനകത്ത് പെർമിയബിലിറ്റി ഇതൊക്കെ റിപ്പീറ്റഡ് കാറ്റഗറി തന്നെയാണ്. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അത് തമ്മിലുള്ള റിലേഷൻ ചോദിക്കാം. B = μ0 × H+I എന്നുള്ള സംഭവം. പിന്നെ സസെപ്റ്റബിലിറ്റി ഇതൊക്കെ റിപ്പീറ്റഡ് കാറ്റഗറി തന്നെയാണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, Am/m². അതിനകത്ത് ഇത് പഠിച്ചു വെക്കുക. ദെൻ പിന്നീട് ഡയാമാഗ്നറ്റിക് ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാറ്റഗറി തന്നെയാണ്. ഗോസസ് ലോയും സസെപ്റ്റബിലിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ. പിന്നെ ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. പിന്നെ ഹൈ ഇനഫ് ടെമ്പറേച്ചർ, ഫെറോ മാഗ്നറ്റിക് എന്താവുന്നത്, പാരാമാഗ്നറ്റിക് ആവുന്ന ഒരു ടെമ്പറേച്ചറിന് നമ്മൾ പാരാമാഗ്നറ്റിക് ആവുന്ന ഒരു ടെമ്പറേച്ചർ, ദിസ് ടെമ്പറേച്ചർ ലിമിറ്റ് നമ്മൾ ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറയാറുണ്ട്. ആ സംഭവങ്ങൾ. പിന്നെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ഒക്കെ പഠിച്ചു വെക്കുക. പിന്നെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനകത്ത് ഇതൊക്കെ ഒരു A+ ലെവൽ ക്വസ്റ്റ്യൻ ആട്ടോ. ഈ മോണോപോൾ എന്ന് പറയുന്നത് അത് നിങ്ങൾ നോക്കിയിട്ട് പറ്റുമെങ്കിൽ പഠിച്ചു വെക്കുക. പിന്നെ അതിനകത്ത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് മാഗ്നറ്റിസം ആൻഡ് മാറ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. അടുത്ത ഡുവൽ നേച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ കേട്ടോ. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.